അന്ന് കൃത്യമായി പറഞ്ഞാൽ ഫെബ്രുവരി 20, 2026 കർണാടകയിലെ തുംകുരുവിലെ ചിക്കനായ്ക്കനഹള്ളി പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലുള്ള ജോഗിഹള്ളി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്നത്. അന്നത്തെ ദിവസവും സാധാരണ ഒരു ദിവസം പോലെ തന്നെയായിരുന്നു ആ ഗ്രാമത്തിലുള്ളവർക്ക്. അവരെല്ലാവരും രാവിലെ എഴുന്നേറ്റ് അവനവൻ്റെ പണികളും കാര്യങ്ങളൊക്കെ നോക്കി ജോലിക്കൊക്കെ പോകാനായിട്ട് നിൽക്കുന്ന സമയത്തായിരുന്നു ആ ഒരു വാർത്ത അവർ കേൾക്കുന്നത്. അവിടെ താമസിക്കുന്ന ജയലക്ഷ്മി മാഡം മരിച്ചു എന്നുള്ളൊരു വാർത്തയായിരുന്നു അത്. എഡ്യൂക്കേഷണൽ ഡിപ്പാർട്ട്മെന്റിലായിരുന്നു കേട്ടോ അവർ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. എല്ലാവരുടെ അടുത്തും നല്ല രീതിയിൽ പെരുമാറുന്ന, എല്ലാവർക്കും നല്ല താല്പര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഒരുപാടധികം ആളുകൾ അവരുടെ വീട്ടിലോട്ട് എത്തുകയാണ്. കുറേ ആളുകൾ ജോലിയൊക്കെ ഒഴിവാക്കിയിട്ട് അവരെ ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് എത്തി. വന്ന ആളുകളെല്ലാവരും തന്നെ സംസാരിക്കുന്നുണ്ടായിരുന്നത് ഒരേ ഒരു കാര്യമായിരുന്നു. കഴിഞ്ഞ ദിവസം വരെ യാതൊരു പ്രശ്നങ്ങളും അവർക്ക് ഉണ്ടായിരുന്നില്ല. ഇപ്പം പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യന്റെ കാര്യം ഇത്രയേ ഉള്ളൂ എന്നുള്ളൊരു സംസാരത്തിലായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ. അവരുടെ ശവസംസ്കാര ചടങ്ങുകളും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിരുന്നത് കന്തലക്കര എന്ന് പറയുന്ന ഒരു വില്ലേജിലായിരുന്നു. അതായത് ഇവർ താമസിക്കുന്ന ആ ഒരു ജോഗിഹള്ളി എന്ന് പറയുന്ന വില്ലേജിൽ നിന്ന് ഏകദേശം ഒരു 12 കിലോമീറ്റർ മാറിയിട്ടാണ് ആ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അവരുടെ ആൻസെസ്ട്രൽ ആയിട്ടുള്ള ഒരു സ്ഥലം അവിടെയാണ്. അതുകൊണ്ട് തന്നെ അവിടെയാണ് ഇത്തരത്തിലുള്ള ചടങ്ങുകൾ നടത്താനായിട്ട് ബന്ധുക്കൾ തീരുമാനിച്ചത്. അങ്ങനെ ചടങ്ങുകൾക്കുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഒരുങ്ങി ഈ ഗ്രാമത്തിൽ നിന്നുള്ള ഒരുപാടധികം ആളുകൾ അങ്ങോട്ടെത്തി. അവിടെ അത്യാവശ്യം ജനങ്ങളൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുന്ന ആ ഒരു സമയത്ത് ഇവരുടെ ചടങ്ങുകളൊക്കെ നടത്താനായിട്ട് തുടങ്ങുന്ന ആ ഒരു സമയത്താണ് അവിടെ വേറെ ഒരു എൻട്രി നടക്കുന്നത്. ചിക്കനായ്ക്കനഹള്ളി പോലീസ് സ്റ്റേഷനിലത്തെ ഒരു പോലീസ് ടീമായിരുന്നു നേരെ അങ്ങോട്ടെത്തിയത്. അവർ പറഞ്ഞു, ഇവരുടെ ശവസംസ്കാര ചടങ്ങ് ഇന്ന് നടത്താനായിട്ട് സാധിക്കില്ല. ഞങ്ങൾക്കൊരു കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഇത് ഒരു സ്വാഭാവിക മരണമല്ല, ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ പന്തികേടുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു കംപ്ലൈൻ്റ് ആണത്. സോ ഞങ്ങൾക്ക് ഇത് അനുവദിക്കാനായിട്ട് സാധിക്കില്ല. എന്തൊക്കെയാണെങ്കിലും ബോഡി ഓട്ടോപ്സി ചെയ്യണം. അതിനുശേഷം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ അത് ചെയ്യാതെ ഇത് നടക്കില്ല എന്നുള്ളൊരു സ്റ്റാൻഡിൽ പോലീസുകാർ നിൽക്കുകയായിരുന്നു. അപ്പോൾ ചുറ്റുണ്ടായിരുന്ന ആളുകളെല്ലാവരും തന്നെ ഞെട്ടിപ്പോയി. അതായത് ഹാർട്ട് അറ്റാക്കിൽ മരിച്ച ഈ ഒരു സ്ത്രീയുടെ ബോഡി എന്തിനാണ് ഓട്ടോപ്സി ചെയ്യേണ്ടത് എന്നുള്ളൊരു രീതിയിൽ നാട്ടുകാരും ബന്ധുക്കളും എല്ലാവരും പോലീസിൻ്റെ അടുത്ത് തട്ടിക്കയറുകയാണ്. അതേപോലെ തന്നെ അവർ ചോദിച്ച മറ്റൊരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു, ആരാണ് ഇത്തരത്തിലുള്ളൊരു കംപ്ലൈൻറ്റ് കൊടുത്തതെന്നുള്ളത്. അപ്പോൾ പോലീസുകാർ പറഞ്ഞു, അവരുടെ ഗ്രാമത്തിലുള്ള ശ്രീനിവാസ് എന്ന് പറയുന്ന ഒരു ലോക്കൽ കേബിൾ TV ഓപ്പറേറ്ററാണ് ഇത്തരത്തിലുള്ള കംപ്ലൈൻറ്റ് കൊടുത്തതെന്ന്. അങ്ങനെ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സിനും മറ്റുമൊക്കെ ശേഷം പോലീസുകാർ ആ ഒരു ബോഡി റിക്കവർ ചെയ്തിട്ട് ഓട്ടോപ്സിക്കായിട്ട് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവുകയായിരുന്നു. അപ്പോൾ ജയലക്ഷ്മി ഹാർട്ട് അറ്റാക്ക് വന്ന് തന്നെയാണോ മരിച്ചത്? അല്ല എന്നുണ്ടെങ്കിൽ അവരുടെ മരണത്തിന്റെ പിന്നിൽ വേറെ ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ? ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഓട്ടോപ്സി നടത്തണമല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ എന്തൊക്കെയായിരുന്നു ജയലക്ഷ്മിയുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്നത്? ആരാണ് ആ ഒരു കേബിൾ TV ഓപ്പറേറ്റർ? അതുപോലെ തന്നെ അയാളും ജയലക്ഷ്മിയും തമ്മിലുള്ള ബന്ധം എന്താണ്? ആ ഒരു ഓട്ടോപ്സി റിപ്പോർട്ടിൽ നിന്ന് പോലീസിന് എന്തെങ്കിലും കിട്ടിയോ? എങ്ങനെയാണ് അവർ ഈ ഒരു കേസ് അന്വേഷിച്ചത്? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. നമ്മൾ ഈ ഒരു ജയലക്ഷ്മിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അവരുടെ ലൈഫ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ട്രാജഡീസും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. 22ാമത്തെ വയസ്സിലാണ് അവരുടെ വിവാഹം കഴിയുന്നത്. അപ്പോൾ ഒരു ഗവൺമെൻറ് സ്കൂളിലെ ടീച്ചറായിരുന്നു ആളെ വിവാഹം കഴിച്ചത്. അത്യാവശ്യം നല്ല വരുമാനമുണ്ട്, നല്ല ജോലിയുണ്ട്. അതൊക്കെ കൊണ്ട് വീട്ടുകാരെ ആലോചിച്ചുറപ്പിച്ചിട്ടായിരുന്നു അത്തരത്തിലുള്ളൊരു വിവാഹവും കാര്യങ്ങളൊക്കെ നടത്തിയത്. അതിനുശേഷം 2-3 വർഷമൊക്കെ അവരുടെ ആ ഒരു വിവാഹബന്ധം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇവർക്ക് 25 വയസ്സ് പ്രായമുള്ള സമയത്ത് അവരുടെ ഹസ്ബൻഡ് മരിച്ചു പോവുകയായിരുന്നു. അതിനുശേഷം അവർ ഒറ്റക്കായിരുന്നു ജീവിച്ചത്. അപ്പോൾ ആ ഒരു പ്രായത്തിൽ പെട്ടെന്ന് തന്നെ ഒരു സ്ത്രീ വിധവയാകുമ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. അവരുടെ വീട്ടുകാരൊക്കെ ഞങ്ങളുടെ മകൾക്ക് ഇങ്ങനത്തെ ഒരു ഗതി വരുത്തിയല്ലോ എന്നുള്ള ആലോചിച്ചിട്ടുള്ള ദുഃഖത്തിലായിരുന്നു. അവരുടെ അടുത്ത് വേറെ വിവാഹം കഴിക്കാൻ പറഞ്ഞിട്ടൊന്നും അവർ ആ ഒരു സമയത്ത് കൂട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ഒരുപാടധികം ആളുകൾ അവരുടെ അടുത്ത് പല രീതിയിലും അപ്രോച്ച് ചെയ്യാനും മറ്റുമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ആ ഒരു കാലഘട്ടത്തിൽ, ആ ഒരു പ്രായത്തിൽ ഭർത്താവ് മരിച്ച് ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു സ്ത്രീ. അപ്പോൾ അവരുടെ അടുത്ത് എത്തരത്തിലുള്ള അപ്രോച്ചസും കാര്യങ്ങളൊക്കെ വരും എന്നുള്ളത് നമുക്ക് ആലോചിച്ചാലായിട്ട് മനസ്സിലാവും. അതൊക്കെ തരണം ചെയ്തിട്ടായിരുന്നു അവർ ജീവിതം മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അവരുടെ ഹസ്ബൻഡ് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജോലി ഇവർക്ക് ലഭിക്കുകയാണ്. അങ്ങനെയാണ് എഡ്യൂക്കേഷണൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇവർ ജോലിക്ക് കയറുന്നത്. ഇവർ മരിക്കുന്ന സമയത്ത് ഇവർക്ക് 53 വയസ്സായിരുന്നു കേട്ടോ പ്രായം. ആ സമയത്ത് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഫസ്റ്റ് ഡിവിഷൻ അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു തസ്തികയിലായിരുന്നു ഇവർ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. പിന്നെ ഇവരുടെ 3 വർഷത്തെ ആ ഒരു വിവാഹ ജീവിതത്തിൽ ഇവർക്ക് കുട്ടികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ കുറച്ച് വർഷങ്ങൾ ഇവർ ഒറ്റയ്ക്ക് ജീവിക്കുകയാണ്. അപ്പോഴാണ് തനിക്കും ആരെങ്കിലുമൊക്കെ കൂട്ടുവേണ്ടേ എന്നുള്ളൊരു തോട്ട് ഇവർക്ക് വരുന്നത്. അങ്ങനെയാണ് അവരുടെ സഹോദരിയായിട്ടുള്ള അനസൂയയുടെ മകനായിട്ടുള്ള ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഒരു കുട്ടിയെ അവർ ദത്തെടുക്കുന്നത്.
ആ കുട്ടിക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും പിന്നീട് ഇവരായിരുന്നു നോക്കിയത്. ആ കുട്ടിയുടെ എഡ്യൂക്കേഷൻ, ഡ്രസ്സ്, സാധനങ്ങൾ, അത് ഇത് തുടങ്ങിയിട്ടുള്ള എല്ലാം അവർ നോക്കി. ആ ഒരു കുട്ടിക്ക് യാതൊരു കുറവും വരുത്താതെ ആയിരുന്നു അവർ ആ ഒരു പയ്യനെ വളർത്തി വലുതാക്കിയത്. പിന്നെ ജയലക്ഷ്മിയുടെ അനിയത്തിയായിട്ടുള്ള അനസൂയയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആളും ഹസ്ബൻഡും സെപ്പറേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അവർ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നഴ്സായിട്ടായിരുന്നു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. വലിയ വരുമാനവും കാര്യങ്ങളൊന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ കുഞ്ഞിനെ നോക്കാനുള്ള ടൈമും ഉണ്ടായിരുന്നില്ല. ആ ഒരു സമയത്താണ് ഇവർ തൻ്റെ സഹോദരിയുടെ കുട്ടിയെ അഡോപ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്ന സമയത്ത് ചന്ദ്രശേഖറിന് 25 വയസ്സായിരുന്നു കേട്ടോ പ്രായം. അപ്പോൾ എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അനസൂയയുടെ കൂടെയായിരുന്നു ഈ ഒരു ചന്ദ്രശേഖർ പിന്നീട് കുറച്ച് നാൾ താമസിച്ചിരുന്നത്. പിന്നെ ഈ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നതിൻ്റെ 8 മാസങ്ങൾക്ക് മുൻപാണ് അനസൂയയും ചന്ദ്രശേഖരും കൂടെ വന്നങ്ങേറ്റ് ഇവരുടെ വീട്ടിൽ താമസം തുടങ്ങിയത്. ഇവർ 3 പേരും ഒരുമിച്ച് ആ ഒരു വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയതിന് ശേഷം ജയലക്ഷ്മി ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല, എനിക്ക് വേറെ ഒരു വാടക വീട് നോക്കണം, പുറത്ത് നിൽക്കാനാണ് താല്പര്യം എന്നുള്ള രീതിയിൽ ഇവരുടെ അടുത്ത് സംസാരിക്കാറുണ്ടായിരുന്നു. അതേപോലെ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ അവർ നാട്ടുകാരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നതായിട്ടും റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെ എന്തായാലും വീട് മാറണമെന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിൽ ജയലക്ഷ്മി എത്തി. അന്ന് കൃത്യമായി പറഞ്ഞാൽ ഫെബ്രുവരി 19, 2026 നൈറ്റ്. അപ്പോൾ ഇവർ 3 പേരും ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. അന്ന് കിടന്നുറങ്ങിയ ജയലക്ഷ്മി പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റില്ല. പിറ്റേ ദിവസം രാവിലെ ഇവരുടെ സിസ്റ്ററായിട്ടുള്ള അനസൂയ ചെന്നുങ്ങേറ്റ് അവരെ വിളിച്ചെഴുന്നേൽപ്പിച്ചപ്പോൾ അവർ എഴുന്നേൽക്കുന്നില്ല. അവരാകപ്പാടെ പാനിക്കായി. അങ്ങനെ അവർ ഒച്ച വെക്കുകയാണ്. അങ്ങനെ അവരുടെ മകൻ ചന്ദ്രശേഖരും വന്നു. അതേപോലെ തന്നെ നാട്ടുകാരൊക്കെ ഓടിക്കൂടി അവരവരുടെ ഫാമിലി മെമ്പേഴ്സിനെ വിവരം അറിയിച്ചു. അപ്പോഴത്തേനും നൈബേഴ്സും കാര്യങ്ങളും എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആളുകളൊക്കെ അവിടെ തടിച്ചുകൂടി. അങ്ങനെയാണ് ഈ ഒരു മരണത്തിൻ്റെ വിവരവും കാര്യങ്ങളൊക്കെ പുറത്തറിയുന്നത്. അങ്ങനെ അവിടെ കൂടിയ റിലേറ്റീവ്സ് അവസാനം അവരുടെ ശവസംസ്കാര ചടങ്ങ് അവരുടെ സ്വന്തം നാടായിട്ടുള്ള കന്തലക്കരയിൽ നടത്താം എന്നുള്ളത് തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെയാണ് അവിടെ നിന്ന് 12 കിലോമീറ്റർ മാറിയിട്ടുള്ള കന്തലക്കരയിലോട്ട് അവരുടെ ബോഡി കൊണ്ടുപോകുന്നതും അതേപോലെ തന്നെ ശവസംസ്കാര ചടങ്ങുകൾക്കും മറ്റും വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ അവിടെ നടത്തുന്നതും. അതിൻ്റെ ഇടയിൽ ഇതേപോലെ തന്നെ ചിക്കനായിക്കലഹള്ളിയിലെ പോലീസ് ഉദ്യോഗസ്ഥർ അങ്ങോട്ട് വരുന്നതും ഇത്തരത്തിലുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതും. എന്തൊക്കെയാണെങ്കിലും ഇവരുടെ ബോഡിയും കാര്യങ്ങളൊക്കെ റിക്കവർ ചെയ്തിട്ട് ഓട്ടോപ്സിക്കായിട്ട് അയക്കുകയാണ്. അപ്പോൾ ഡോക്ടേഴ്സ് ഇവരുടെ ബോഡിയും കാര്യങ്ങളൊക്കെ ഓട്ടോപ്സി ചെയ്തു. എന്നിട്ട് പോലീസിന് റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു. ആ ഒരു ഓട്ടോപ്സി റിപ്പോർട്ട് വായിച്ചപ്പോഴാണ് ശ്രീനിവാസ് പറഞ്ഞ കാര്യങ്ങളിൽ സത്യമുണ്ടെന്നുള്ള യാഥാർത്ഥ്യം പോലീസുകാർ മനസ്സിലാക്കുന്നത്. യെസ്, അവരുടേത് വെറും ഒരു സ്വാഭാവിക മരണമായിരുന്നില്ല, അത് ഒരു കൊലപാതകമായിരുന്നു. ആരോ അവരെ ശ്വാസം മുട്ടിച്ചായിരുന്നു കൊലപ്പെടുത്തിയത്. ഒന്നില്ലാന്നുണ്ടെങ്കിൽ അവരുടെ വായും മൂക്കും പൊത്തിപ്പിടിച്ചോ, എല്ലാ എന്നുണ്ടെങ്കിൽ തലേണ പോലുള്ള എന്തോ വെച്ച് അവരുടെ മുഖത്തമർത്തിയായിരുന്നു അവരെ കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു സ്വാഭാവിക മരണം എന്നുള്ള രീതിയിൽ പോയേണ്ടുന്ന ഒരു കേസ് പെട്ടെന്ന് തന്നെ ഒരു മർഡർ കേസായിട്ട് മാറുകയാണ്. ഇതറിഞ്ഞ നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തരിച്ചു പോവുകയായിരുന്നു. ഈ ഒരു റിപ്പോർട്ട് വന്ന ഉടനെ തന്നെ ശ്രീനിവാസിനെ പോലീസുകാർ വിളിപ്പിച്ചു. എന്നിട്ട് ആളെ ക്വസ്റ്റ്യൻ ചെയ്തു. പോലീസുകാർക്ക് അറിയേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ആൾ വളരെ വ്യക്തമായിട്ട് പോലീസിൻ്റെ അടുത്ത് പറയുകയാണ്. അതിനുശേഷം പോലീസുകാർ നേരെ തന്നെ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ വളർത്തുമകനായിട്ടുള്ള ചന്ദ്രശേഖരെയും അതേപോലെ തന്നെ ആളുടെ സ്വന്തം അമ്മയായിട്ടുള്ള അനസൂയയെയും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഇവരെ രണ്ടുപേരെയും ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ആദ്യം ഇവരൊന്നും സമ്മതിച്ചില്ല. എന്നാൽ തെളിവുകളെല്ലാം തന്നെ ഇവർക്കെതിരായിരുന്നു. അപ്പോൾ പോലീസുകാർ തെളിവുകളെല്ലാം നിരത്തി നല്ല രീതിയിൽ ഇവരെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അവസാനം അത് സമ്മതിക്കുകയല്ലാതെ അവർക്ക് വേറൊരു നിർവാഹവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ജയലക്ഷ്മിയെ കൊന്നത് തങ്ങളാണെന്നുള്ളത് ഈ ഒരു ചന്ദ്രശേഖറും അനസൂയയും സമ്മതിക്കുകയായിരുന്നു. അടുത്തതായിട്ട് പോലീസുകാർ ചോദിച്ചത് എന്തിനാണ് നിങ്ങൾ ഇത്തരത്തിലുള്ളൊരു ക്രൂരകൃത്യം ചെയ്തതെന്നുള്ളതായിരുന്നു. അതിനവർ പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ശ്രീനിവാസും ജയലക്ഷ്മിയും തമ്മിൽ ഒരുപാട് വർഷങ്ങളായിട്ട് പ്രണയത്തിലാണ്. ഇവർ രണ്ടുപേരും തമ്മിൽ വിവാഹവും കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ല. എന്നാലും ഇവർ തമ്മിൽ അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പിലാണ് ഉണ്ടായിരുന്നത്. ഇവർ രണ്ടുപേരും ഒരുമിച്ചൊക്കെ ആയിരുന്നു താമസിക്കാറൊക്കെ ഉണ്ടായിരുന്നത്. ഇതിനെക്കുറിച്ച് ഇങ്ങായിട്ട് വീട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. പിന്നെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ആ ഒരു വീട്ടിൽ നിന്ന് അവർ പോവാണെന്നും പുറത്തൊരു വാടക വീടെടുത്ത് താമസിക്കണം എന്നുള്ളതാണ് അവരുടെ പ്ലാൻ എന്നുള്ള കാര്യം ഈ ഒരു അനസൂയയുടെ അടുത്തും മകനായിട്ടുള്ള ചന്ദ്രശേഖറിൻ്റെ അടുത്തും പറഞ്ഞു. അതവർക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അവർ വീട്ടിൽ നിന്ന് പോകുന്നത് ഇവർക്ക് ഇഷ്ടമായിരുന്നില്ല. അതേപോലെ തന്നെ ശ്രീനിവാസിൻ്റെ കൂടെ ഒരുമിച്ച് താമസിക്കുന്നതും ഇവർക്ക് ഇഷ്ടമായിരുന്നില്ല. അപ്പം അതിൻ്റെ പേരിലാണ് ഇത്തരത്തിലുള്ളൊരു കൊലപാതകം നടത്തിയതെന്നായിരുന്നു അവർ പോലീസിനോട് പറഞ്ഞത്. എന്നാൽ ആ ഒരു മൊഴിയും കാര്യങ്ങളും കഥയൊക്കെ കേട്ടപ്പോൾ പോലീസിന് മനസ്സിലായി അതല്ല യഥാർത്ഥ കാരണം എന്നുള്ളത്. അതിന് മെയിനായിട്ടുള്ള വേറൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഒരു ശ്രീനിവാസിനെ പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ആള് അവരുടെ രണ്ടുപേരുടെ ലൈഫിൽ നടന്നതും അതേപോലെ തന്നെ ഈ ഒരു അനസൂയയുടെയും അതുപോലെ തന്നെ ചന്ദ്രശേഖറിൻ്റെയും ഈ ഒരു ജയലക്ഷ്മിയുടെയും ലൈഫിൽ നടന്നതും എല്ലാ കാര്യങ്ങളും പോലീസിൻ്റെ അടുത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ശ്രീനിവാസും ജയലക്ഷ്മിയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് നോക്കാം. ഈ ഒരു ജയലക്ഷ്മിയുടെ വിവാഹം 22ാമത്തെ വയസ്സിൽ കഴിഞ്ഞു. അതേപോലെ തന്നെ 25ാമത്തെ വയസ്സിൽ അവർ വിധവയാവുകയായിരുന്നല്ലോ. അതിനുശേഷം അവർക്ക് ഗവൺമെൻറ് ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടി.
അവർ എന്താ പറയുക വീട്ടിൽ നിന്ന് ജോലിക്ക് പോവുക, ജോലി കഴിഞ്ഞ് വീട്ടിലോട്ട് വരിക, അതായിരുന്നു അവരുടെ ഒരു റൊട്ടീൻ. അല്ലാതെ പുറത്തുള്ള കാര്യങ്ങളൊന്നും അവർ വലിയ കാര്യമായിട്ട് ഇടപെടാറുണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാടധികം പുരുഷന്മാരെ അവർ അപ്രോച്ച് ചെയ്യാനായിട്ട് തുടങ്ങി. അതേപോലെ തന്നെ പല ആളുകളും വിവാഹത്തിന് വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്യാൻ തുടങ്ങി. പല ആളുകളും മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെ എന്താ പറയുക ചൂഷണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ അപ്രോച്ച് ചെയ്യുകയാണ്. എന്നാൽ അതിലൊന്നും പെടാതെ അവരവരുടെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ ഒരു ശ്രീനിവാസിനെ ഇവർ പരിചയപ്പെടുന്നത്. ആളാ ഒരു ഏരിയയിലത്തെ ലോക്കൽ കേബിൾ TV ഓപ്പറേറ്റർ ആയതുകൊണ്ട് തന്നെ ഇടക്കിടക്ക് അങ്ങോട്ട് വരാറുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവർ തമ്മിൽ പരിചയമാവുന്നതും അതേപോലെ തന്നെ ഇവർ നല്ല സുഹൃത്തുക്കളാവുന്നതും പിന്നീട് ഒരുപാട് നാളത്തെ ആ ഒരു പരിചയത്തിന് ശേഷം പ്രണയത്തിലാകുന്നതും. അതിൻ്റെ ഇടയ്ക്ക് ഇവർ ചന്ദ്രശേഖരനൊക്കെ ദത്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരുടെ ലൈഫ് ആ ഒരു ഏരിയയിൽ അങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഈ ഒരു ശ്രീനിവാസ് വരുന്നതും ഇവർ പ്രണയത്തിലാവുന്നതും അതേപോലെ തന്നെ അവർ ഒരു വീട്ടിലും മറ്റൊക്കെ താമസിക്കാറൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു ശ്രീനിവാസാണെന്നുണ്ടെങ്കിൽ വേറെ വിവാഹമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവരാണെന്നുണ്ടെങ്കിൽ ഒറ്റക്കാരും താമസിച്ചിരുന്നത്. ഇവർ ശരിക്കും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ തന്നെയായിരുന്നു ജീവിച്ചിരുന്നത്. എന്നാൽ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് മാത്രം. അതുപോലെ തന്നെ ഈ ഒരു ശ്രീനിവാസ് ജയലക്ഷ്മി ദമ്പതികൾക്ക് വേറെ കുട്ടികളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അവരുടെ റിലേഷൻഷിപ്പ് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെയായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിനിടയിൽ ജയലക്ഷ്മി സ്വന്തമായിട്ടൊരു വീട് വെച്ചു, അങ്ങോട്ട് താമസം മാറി, അവിടെ ഇങ്ങനെ ജീവിച്ചു പോവുമായിരുന്നു. അതിനിടയിലാണ് ഈ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നതിനും ഏകദേശം 8 മാസങ്ങൾക്ക് മുൻപ് ഈ ഒരു ജയലക്ഷ്മിയുടെ സഹോദരിയായിട്ടുള്ള അനസൂയയും അതുപോലെ തന്നെ അവരുടെ മകനായിട്ടുള്ള, അതായത് ഇവരുടെ വളർത്തുമകനായിട്ടുള്ള ചന്ദ്രശേഖരും കൂടെ ആ ഒരു വീട്ടിലോട്ട് വരുന്നത്. അതിനുശേഷം ഇവർ രണ്ടുപേരും ശ്രീനിവാസും തമ്മിൽ ചെറിയ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. അങ്ങനെ ശ്രീനിവാസ് പിന്നെ അങ്ങോട്ട് വരാതായി. അങ്ങനെയാണ് ഈ ഒരു ജയലക്ഷ്മി എന്താണെങ്കിലും ഞാൻ പുറത്ത് വീടെടുത്ത് മാറുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്, ഇവിടെ അത്രയും ശരിയാവുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവരുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ രണ്ടുപേരും എന്തായാലും ഇവിടെ നിന്നോ, ഞാൻ പുറത്തോട്ട് മാറിക്കോളാം എന്നുള്ളൊരു രീതിയിലായിരുന്നു അവർ സംസാരിച്ചത്. യെസ്, അവരുടെ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങൾക്കിടയിലും എല്ലാ ബുദ്ധിമുട്ടുകൾക്കിടയിലും എല്ലാ ടെൻഷനുകൾക്കിടയിലും സപ്പോർട്ടായിട്ടുണ്ടായിരുന്നത് ശ്രീനിവാസായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രായമായ സമയത്ത് ശ്രീനിവാസിൻ്റെ കൂടെ ജീവിക്കാനായിരുന്നു അവർക്ക് താല്പര്യം. അതിൻ്റെ ഇടയിൽ ഇവർ വന്ന് നിന്നപ്പോഴാണ് നിങ്ങളെന്തായാലും ഈ വീട്ടിൽ നിന്നോ ഞാൻ മാറിപ്പോവാണെന്നുള്ളൊരു രീതിയിൽ അവർ ഇവരുടെ അടുത്ത് സംസാരിച്ചത്. സോ അവരെന്തായാലും വീട് മാറും എന്നുള്ള ആ ഒരു സിറ്റുവേഷൻ എത്തിയ സമയത്താണ് ഫെബ്രുവരി 19-ാം തീയതി ഈ ഒരു അമ്മയും മകനും കൂടെ അവരെ ഇല്ലാതാക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നതും അതേപോലെ തന്നെ അവരെ കൊലപ്പെടുത്തുന്നതും. അവർ അന്നത്തെ ദിവസം ഫുഡൊക്കെ കഴിച്ചും കഴിഞ്ഞിട്ട് കിടന്നുറങ്ങുമായിരുന്നു. ആ ഒരു ടൈമിൽ ഇവർ രണ്ടുപേരും കൂടെയും ആ ഒരു മുറിയിലോട്ട് കയറിയിട്ട് ഒരു തലയണയെടുത്ത് ഇവരുടെ മുഖത്ത് വെച്ച് അമർത്തിയിട്ടായിരുന്നു ഇവരെ കൊലപ്പെടുത്തിയത്. എന്നിട്ടൊന്നും അറിയാത്തതുപോലെ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടൊക്കെ പോയി. അതിനുശേഷം ഇവർ കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ആയ സമയത്താണ് ഒച്ച വെച്ച് ഡ്രാമയൊക്കെ കളിക്കുന്നതും അതേപോലെ തന്നെ നാട്ടുകാരൊക്കെ വിവരം അറിയിക്കുന്നതും പിന്നെ കരച്ചിൽ പരിപാടി കാര്യങ്ങളൊക്കെ തുടങ്ങുന്നതും അതേപോലെ തന്നെ റിലേറ്റീവ്സിനെ വിളിക്കുന്നതും. അങ്ങനെ എന്താ പറയുക, ഇവരെ രണ്ടുപേരുടെയും വിഷമവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഇവർക്കിതിൽ എന്തെങ്കിലും തരത്തിലൊരു പങ്കുണ്ടെന്നുള്ളതിനെ കുറിച്ച് ഇങ്ങനെ നാട്ടുകാരോ റിലേറ്റീവ്സോ ആരും തന്നെ ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അതേപോലെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൂടെ അറിഞ്ഞപ്പോൾ ഇവരുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പുന്ന രീതിയിലുള്ള ദേഷ്യമായിരുന്നു നാട്ടുകാർക്ക്. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും പറഞ്ഞ മർഡർ മോട്ടീവാണ് ശ്രീനിവാസുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഇവർക്ക് ഇഷ്ടമല്ല, അതേപോലെ തന്നെ അവർ വീട്ടിൽ നിന്ന് പോകുന്നു, അതുകൊണ്ടാണ് അവരെ കൊലപ്പെടുത്തിയെന്നുള്ളത്. എന്നാൽ പോലീസുകാർ പറയുന്നത് അതല്ല യഥാർത്ഥ മർഡർ മോട്ടീവ് എന്നുള്ളതാണ്. അതായത് എന്തായാലും 1-2-3 വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവർ റിട്ടയർ ആവും. ഇവർ റിട്ടയർ ആവുന്നതിന് മുൻപ് ഇവർക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഇവർ മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ജോലി ഇവരുടെ അനന്തരാവകാശിക്ക് ലഭിക്കും. അപ്പോൾ ആ ഒരു ജോലി, അതായത് ഒരു ഗവൺമെൻറ് ജോലി കൂളായിട്ട് ചന്ദ്രശേഖരന് ലഭിക്കും. അതേപോലെ തന്നെ ഇവരുടെ കയ്യിൽ ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇവരുടെ എന്താ പറയുക ഫ്യൂച്ചർ സെക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല സേവിങ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ഗോൾഡ് ഇവരുടെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ ഇവർ റിട്ടയർ ആവുന്ന സമയത്ത് അത്യാവശ്യം ഒരു ഫണ്ട് ഇവർക്ക് കിട്ടാനുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു മരണം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫണ്ടും കാര്യങ്ങളൊക്കെ റിലീസായിട്ട് വരുമ്പോൾ അതും ഇവരുടെ അനന്തരാവകാശികൾക്കൊക്കെ ആയിരിക്കുമല്ലോ കിട്ടുക. അപ്പോൾ ആ ഒരു പൈസക്കും അതേപോലെ തന്നെ ജോലിക്കും മറ്റും വേണ്ടിയിട്ടായിരുന്നു ആ ഒരു അമ്മയും മകനും കൂടെ ചേർന്ന് കഴിഞ്ഞിട്ട് തൻ്റെ സ്വന്തം വളർത്തമ്മയെ, അതായത് ആ ഒരു സ്ത്രീ തൻ്റെ സ്വന്തം ചേച്ചിയെ കൊലപ്പെടുത്തിയത്. അപ്പോൾ ആർക്കൊരു സംശയമില്ലാതെ നൈസായിട്ട് ഇവർ ഒഴിവാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. അതുകൊണ്ടാണ് അവർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവർ ഇത്തരത്തിലുള്ളൊരു കാര്യം ചെയ്യുമെന്നുള്ളത് ചുറ്റുള്ള ആർക്കും തന്നെ വിശ്വസിക്കാൻ പോലും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് കേട്ടോ പറയുന്നത്. റിലേറ്റീവ്സൊക്കെ ആകെപ്പാടെ ഷോക്കായി പോയതായിട്ടാണ് പറയുന്നത്. എന്താണെന്നുണ്ടെങ്കിലും ഇവരുടെ മരണവാർത്ത കേട്ട ശ്രീനിവാസിന് അത് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചില്ല. ഇവർക്ക് കാര്യപ്പെട്ട വലിയ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ല എന്നുള്ളത് ശ്രീനിവാസിന് നന്നായിട്ട് അറിയുന്ന ഒരു കാര്യമായിരുന്നു. അതേപോലെ തന്നെ ഇവരുടെ മനസ്സിലിരിപ്പിനെ കുറിച്ചിട്ടും ഏകദേശം ഒരു ധാരണ ശ്രീനിവാസിനുണ്ടായിരുന്നു. അങ്ങനെയാണ് ആൾ നേരെ മരിച്ച വീട്ടിലോട്ട് പോവാതെ
കൂടാതെ പോലീസ് സ്റ്റേഷനിലോട്ട് പോകുന്നതും ഈ ഒരു മരണത്തിൽ എനിക്ക് സംശയമുണ്ട് ഇവർ രണ്ടുപേരാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുന്നതും അതിനുശേഷം പോലീസുകാർ ആ ഒരു കംപ്ലൈൻറ്റ് സ്വീകരിച്ചിട്ട് ഇത്തരത്തിൽ ആ ഒരു ബോഡി റിക്കവർ ചെയ്ത് ഓട്ടോപ്സി ചെയ്യുന്നതും പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്നതും. പിന്നെ നമ്മൾ ഈ ഒരു ജയലക്ഷ്മിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ സമ്പാദ്യത്തിൻ്റെ മെജോറിറ്റി ഭാഗം, അതായത് ഒരു പകുതിയോളം അല്ലെങ്കിൽ പകുതിയിലേറെ എന്ന് പറയാം, അത്രയും പൈസ ഒക്കെ ഇവർ ചിലവാക്കിയിരുന്നത് ആ ഒരു ചന്ദ്രശേഖരനും അതേപോലെ തന്നെ അവരുടെ സിസ്റ്ററിനും അവരുടെ വീട്ടുകാർക്കൊക്കെ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അത്രത്തോളം അവർ ചെയ്തു. അതിനുശേഷം അവർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അവർ വെച്ച വീട്ടിലോട്ട് ഇവർ വന്ന് കയറിയപ്പോൾ ഇവർക്കൊരു ശല്യാവുണ്ടാന്ന് വിചാരിച്ചിട്ട് അവർ പുറത്ത് പോയിട്ടൊരു വാടക വീട്ടിൽ നിൽക്കാമെന്നൊക്കെ പറഞ്ഞു. എന്നിട്ടും ഇവരുടെ ആ ഒരു എന്താ പറയുക ആക്രാന്തവും അതേപോലെ തന്നെ എന്തായാലും അതിന് പറയാം. ഒന്നാലോചിച്ച് നോക്കിയേ, ആ ഒരു ശ്രീനിവാസ് ഇപ്പോൾ കംപ്ലൈൻറ്റ് കൊടുത്തില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു ശവസംസ്കാര ചടങ്ങും നടന്നേനെ, അതേപോലെ തന്നെ ഇവർ ഉദ്ദേശിച്ച പോലെ തന്നെ അവരുടെ ബെനഫിറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടിയാനെ, അതേപോലെ തന്നെ അവരുടെ അക്കൗണ്ടിലുള്ള പൈസയും അവരുടെ ഗോൾഡും അവരുടെ സ്വത്തും കംപ്ലീറ്റ് ഇവർക്ക് കിട്ടിയാനെ. പിന്നെ പോരാത്തതിനൊരു ജോലി ആ ഒരു ചന്ദ്രശേഖരനും കിട്ടിയാനെ. നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു അനസൂയക്കും അതേപോലെ തന്നെ ചന്ദ്രശേഖരനും അവരൊരു ATM മെഷീനായിരുന്നു. യെസ്, ആവശ്യമുള്ളപ്പോൾ പൈസ കൊടുക്കുന്ന ഒരാൾ, അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ അവരുടെ അടുത്ത് യാതൊരു സ്നേഹമോ ഒരു വികാരമോ ഒന്നും ഉണ്ടായിരുന്നിട്ടില്ല. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിലുള്ള പരിപാടികൾക്ക് നിൽക്കില്ലല്ലോ. അപ്പോൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അവർ രണ്ടുപേരും ഇപ്പോൾ ജയിലിലാണ്, കേസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത് ശിക്ഷ അവർക്ക് കിട്ടുമെന്നുള്ളത് നമ്മൾ നോക്കിയിരുന്ന് തന്നെ കാണേണ്ടതായിട്ട് വരും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ. ഈ ഒരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മീ റദീൻ സൈനിങ് ഓഫ്. പീസ്. Stay peaceful guys, stay safe.